പുട്ടുണ്ടാക്കാൻ പുട്ടുകുറ്റിയുടെ ഒന്നും ആവശ്യമില്ല, വാഴയില മതി. വാഴയിലയാകുമ്പോൾ ഒരു ഗുണം കൂടിയുണ്ട്, പുട്ടുകുറ്റി കഴുകുന്ന ജോലിയുമില്ല, പിന്നെ ആ ഇലയുടെ ഒരു ഫ്ലേവറും നമുക്ക് പുട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം മതിയാവും. അപ്പോൾ ഇനി നമുക്ക് വാഴയില എടുക്കാം. വാഴയില ഇങ്ങനെ ഒന്ന് ചുറ്റണം. അതിനുശേഷം ഒരു ടൂത്ത് പിക്കോ ഈർക്കിലിയോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ ഷേപ്പിലാക്കി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായി. ഇനിയും ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. വീണ്ടും തേങ്ങ, എത്ര ലെയർ വേണോ അത്രയും ലെയർ അങ്ങനെ ചെയ്തെടുക്കാം. അതിനുശേഷം ആവിയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വിളമ്പാവുന്നതാണ്. ഇല ആ കഴിക്കുന്ന സമയത്ത് മാറ്റിയാലും മതി. നല്ലൊരു ഭംഗിയുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി പുട്ടുണ്ടാക്കുമ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. ഇഡ്ഡലി പാത്രം ഒന്നുമില്ലാതെ എങ്ങനെ മൺകുടത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. രാമശ്ശേരി ഇഡ്ഡലി മാതൃകയിലാണ് ഈ ഒരു ഇഡ്ഡലി നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യം മൺകുടത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. സ്റ്റീൽ അരിപ്പയുടെ തട്ടുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതില്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി ഇതിന് മുകളിൽ ഇങ്ങനെ കെട്ടിവെച്ചാൽ മതി. അതിനുശേഷം ഒരു വാഴയില വെച്ച് കൊടുക്കാം. എണ്ണമയം പുരട്ടിയ വാഴയിലയാണ്. അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിങ്ങനെ അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ തന്നെ നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇഡ്ഡലി പാത്രമില്ലാതെ ഇഡ്ഡലി തയ്യാറായി.